ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തപ്പനയിൽ കണ്ട പോലെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബ്രൈഡൽ ബൊക്കെയാണ്. ആദ്യം നമുക്ക് വേണ്ടത് റോസ് ഫ്ലവേഴ്സ് ആണ്. ഇതിപ്പോൾ ഞാൻ 22 ഫ്ലവേഴ്സ് ആണ് എടുത്തിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ്, ഒറിജിനൽ അല്ല. ഞാനിപ്പോൾ 2 കളർ ഫ്ലവർ ആണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അതായത് പകുതി വൈറ്റ് ഷെയ്ഡും അതുപോലെ തന്നെ ബാക്കി പകുതി ഒരു ചെറിയ ലൈറ്റ് പിങ്ക് ഷെയ്ഡും, അങ്ങനെയാണ് 2 കളർ വെച്ചിട്ടുള്ള ബൊക്കെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കിനി ഓരോ ഫ്ലവേഴ്സും ഇതുപോലെ ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് റാപ്പ് ചെയ്തിട്ട് എടുക്കണം. നമുക്ക് ഫ്ലവേഴ്സ് കുത്തി കൊടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് നമ്മളൊന്ന് റാപ്പ് ചെയ്തിട്ട് എടുക്കുന്നത്. ഓരോ ഫ്ലവേഴ്സും നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. ആദ്യം ടൂത്ത് പിക്ക് എടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്ലവറിൻ്റെ ബാക്കിൽ കാണില്ല ഒരു ഹോള്, ആ ഹോളിലേക്ക് ജസ്റ്റ് കുറച്ച് ഭാഗം ഒന്ന് കയറ്റി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ സെല്ലോ ടോപ്പ് എടുത്തിട്ട് നല്ലോണം ഒന്ന് ടൈറ്റായിട്ടൊന്ന് ചുറ്റി കൊടുക്കുക. അങ്ങനെ ഓരോ ഫ്ലവേഴ്സും നമുക്ക് ഇതുപോലെ ഒന്ന് ടൈറ്റായിട്ട് ഒന്ന് ചുറ്റിയെടുക്കണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്രാഫ്റ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പോയി കണ്ടു നോക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ക്രാഫ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ എല്ലാ ഫ്ലവേഴ്സും ഇതുപോലെ ഒന്ന് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ മസാല ബഞ്ചസ് ആണ്. ഇത് നമ്മൾ ഹാമ്പേഴ്സും അതുപോലെ ബൊക്കേസൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ്. ഇതൊരു ബഞ്ചിൽ 12 പീസ് ഉണ്ടാവും. അതുപോലത്തെ 3 ബഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നേരത്തെ ഫ്ലവർ ചെയ്ത പോലെ ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ടൊന്ന് റാപ്പ് ചെയ്തിട്ട് എടുക്കണം. അതിന് താഴോട്ട് ഇതുപോലെ ചെറിയൊരു കമ്പി പോലെ ആയിരിക്കും. അത് നമുക്ക് പകുതിയായിട്ടൊന്ന് മടക്കി കൊടുക്കാം. ഇനി നമുക്ക് ടൂത്ത് പിക്ക് അതിനെ സെൻറ്ററിൽ വെച്ചിട്ട് സെല്ലോ ടോപ്പ് ഉപയോഗിച്ചിട്ടൊന്ന് ചുറ്റി കൊടുക്കുക. അങ്ങനെ ഓരോ പീസസും നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. ഇനി നമുക്ക് വേണ്ട ഇതുപോലത്തെ ഗോൾഡൻ ബോൾസ് ആണ്. ഇതിപ്പോൾ നമുക്ക് 2 സൈസിൽ അവൈലബിൾ ആണ്. അതായത് ചെറിയ ബോളും വലിയ ബോളും ഉണ്ടായിരിക്കും. ഞാനിപ്പോൾ ചെറിയ സൈസാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം ഞാൻ വാങ്ങിയ ഈ പാക്കറ്റ് 200 ബോൾസ് ആണുള്ളത്. അതിൽ ഞാനിപ്പോൾ 20 പീസ് ബോൾസ് എടുത്തിട്ടുള്ളൂ. നമുക്ക് അത്രയും ആവശ്യമുള്ളൂ. അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ടൊന്ന് ചുറ്റിയിട്ട് എടുക്കണം. ഇനി നമുക്ക് വേണ്ടത് ബൊക്കെ മൈക്കാണ്. ഇതിൽ ഫ്ലവേഴ്സ് കുത്തി കൊടുക്കുന്നതിന് മുന്നേ നമുക്കൊന്ന് നനച്ചിട്ട് എടുക്കണം. ഞാനിപ്പോൾ ചെറിയൊരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ മൈക്ക് അതിലൊന്ന് നല്ലോണം ഒന്ന് മുക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഫ്ലവേഴ്സൊക്കെ നന്നായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വാട്ടറിൽ മുക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് ഓരോ ഫ്ലവേഴ്സ് ഒന്ന് കുത്തി കൊടുക്കാം. ആദ്യം നമ്മൾ താഴത്തെ ലെയറാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിന് ശേഷം മുകളിലത്തെ ലെയർ, അങ്ങനെ താഴെ നിന്ന് മുകളിലോട്ട് വേണം കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ. ആദ്യം ഞാൻ ചെയ്തപ്പോൾ ഇതുപോലെ മിക്സ്ഡ് കളറായിട്ടാണ് കുത്തി കൊടുത്തത്. പിന്നെ കംപ്ലീറ്റ് ചെയ്തപ്പോൾ എനിക്കത് ഭംഗിയില്ല തോന്നിയപ്പോൾ ഞാൻ താഴെ ഫുള്ളായിട്ട് വൈറ്റും സെൻറ്ററിൽ പിങ്കും അങ്ങനെ ഫുള്ളായിട്ടൊന്ന് കുത്തിയെടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ മൈക്കിലാണ് നിങ്ങൾ ബ്രൈഡൽ ബൊക്കെ ചെയ്യുന്നതെങ്കിൽ മസ്റ്റായിട്ടും 22 ഫ്ലവേഴ്സ് തന്നെ എടുക്കാൻ നോക്കണം. എന്നാൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ആ ഫ്ലവറൊക്കെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ മസാല ബഞ്ചസ് അതിൻ്റെ താഴെയായിട്ട് ഒന്ന് കുത്തി കൊടുക്കണം. ഞാനിപ്പോൾ താഴെ ഫുൾ റൗണ്ടിലൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെൻറ്ററിലും ബാലൻസ് ഗ്യാപ്പിലൊക്കെ ചെറുതായിട്ട് ഓരോ പീസ് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഗോൾഡൻ ബോൾസ് ഇതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ സെൻറ്ററിലെ ഗ്യാപ്പ് വരുന്ന ഭാഗത്തൊക്കെ നമ്മൾ ഇഷ്ടാനുസരണം ഒന്ന് കുത്തി കൊടുത്താൽ മതി. നമുക്ക് അറിയാം ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് കുത്തി കൊടുക്കാം.
ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ബൊക്കെ നെറ്റാണ്. ഇതൊരു പാക്കറ്റിൽ ഇതുപോലത്തെ വലിയൊരു പീസായിരിക്കും ഉണ്ടായിരിക്കുക. ഇത് ഫുള്ള് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, പകുതി വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ ഫുള്ളായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പകുതി കട്ട് ചെയ്തിട്ട് 2 ലെയറായിട്ടും അങ്ങനെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. മെഷ് നെറ്റൊന്നും നമുക്കിതിനെ പറയാം. പിന്നെ ബൊക്കെ നെറ്റ് അങ്ങനെയൊക്കെ ചോദിച്ചാൽ നമുക്കിത് കിട്ടാവുന്നതാണ്. ഈ മെഷ് നെറ്റ് നമുക്ക് 2 രീതിയിൽ വാങ്ങാൻ കിട്ടും. ഒന്ന് ഇതുപോലെ പേൾസ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നെറ്റിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വൈറ്റ് പേൾസ് കാണും. അല്ലാത്തതിന് പേൾസ് ഉണ്ടാവില്ല. ഞാനിപ്പോൾ പേൾസ് ഉള്ളതാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആദ്യം ഒന്ന് മടക്കി കൊടുക്കുക, എന്നിട്ട് നമുക്ക് സെല്ലോ ടേപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. അതേപോലെ വീണ്ടും ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക. അങ്ങനെ ഇതുപോലെ ഓരോ ലെയർ പോലെ മടക്കിയിട്ട് ഒന്ന് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച് കൊടുക്കുക. അങ്ങനെ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ചുറ്റിയെടുക്കാം. അതിനുശേഷം തായ് ഭാഗം ഇതുപോലെ നല്ല ടൈറ്റിലൊന്ന് സെല്ലോ ടേപ്പ് വെച്ചിട്ടൊന്ന് ചുറ്റിയെടുക്കുക. ഇപ്പോൾ ഏകദേശം നമ്മൾ ബൊക്കയോടെ റെഡി ആയിട്ടുണ്ട്. ചുറ്റി കൊടുക്കുമ്പോൾ നല്ല ടൈറ്റിൽ തന്നെ ചുറ്റി കൊടുക്കാൻ നോക്കണം. ഇനി നമുക്ക് ഇതുപോലത്തെ 2 ലേസാണ് വേണ്ടത്. ആദ്യം ഞാൻ എടുത്തിട്ടുള്ളത് ബീഡ്സ് ലേസാണ്. അതിൻ്റെ അറ്റത്തൊക്കെ ഇതുപോലത്തെ ബീഡ്സ് ഉണ്ടാവും. അതും ഇതുപോലെ ഞാൻ നല്ല ടൈറ്റിലൊന്ന് ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ വേറെ ലേസാണ്. ഇതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. അതില്ലാതെ തന്നെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഈ ലേസ് കൊണ്ട് ഒരു ബോ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബ്രൈഡൽ ബൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.